എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ സാധാരണ വീക്കിലി പോഡ്കാസ്റ്റ് സൺഡേ ആണ് നൽകാറ്. പക്ഷേ ഇന്ന് ഹോളിഡേ ആയ കാരണം ഇന്ന് മോർണിംഗിൽ സൺഡേ ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മോർണിംഗിലത്തെ വിശേഷങ്ങളും കൂടി നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സൺഡേ പോഡ്കാസ്റ്റ് ഈ ആഴ്ചയിൽ മൺഡേ മോർണിംഗിലേക്ക് ആക്കിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ഒരാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ കോപ്പർ പുതിയ ഓൾ ടൈം ഹിറ്റ് ചെയ്ത ഒരാഴ്ചയായിരുന്നു. സിൽവർ 11 വർഷത്തെ ഹയസ്റ്റ് ലെവലിൽ ക്ലോസ് ചെയ്ത ഒരാഴ്ചയായിരുന്നു. ഒപ്പം ഗോൾഡ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈനടുത്ത് ക്ലോസ് ചെയ്ത ഒരാഴ്ചയും കൂടിയായിരുന്നു. മറ്റുള്ള കമ്മോഡിറ്റികൾ ബ്രൻഡ് ക്രൂഡ് ഓയിലും നൈമക്സ് ക്രൂഡ് ഓയിലും ഒഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളും ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തൊരാഴ്ചയായിരുന്നു കടന്നുപോയത്. നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് ബുധനാഴ്ച പുറത്തു വരുന്ന NVIDIAയുടെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അത് കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ റിലേറ്റഡും മറ്റ് എക്കണോമിക് ഡാറ്റകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ളത്. ഒപ്പം നമ്മൾ Q4 റിസൾട്ടുകളുടെ അനൗൺസ്മെൻറ്റുകളും അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ മാസം എൻഡോടുകൂടി എല്ലാ കമ്പനികളും Q4 ആനുവൽ റിസൾട്ടുകളൊക്കെ അനൗൺസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ധാരാളം പ്രമുഖ കമ്പനികളുടെ റിസൾട്ടും കൂടി അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശനിയാഴ്ച ഒരു ഷോർട്ട് ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ട്രേഡിംഗ് സെഷനിൽ നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളിലൊക്കെ അപ്പർ പ്രൈസ് ബാൻഡ് ഹിറ്റ് ചെയ്ത ഒരു ദിവസമായിരുന്നു. കാരണം ശനിയാഴ്ച മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിരുന്ന 5% ഇപ്പം നമ്മുടെ തന്നെ ഇപ്പോൾ പോഡ്കാസ്റ്റിൽ കൂടെ മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ 5% അപ്പർ പ്രൈസ് ബാൻഡ് ഹിറ്റ് ചെയ്ത ദിവസമാണ് കഴിഞ്ഞ ശനിയാഴ്ച. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. മറ്റു ഗ്ലോബൽ മാർക്കറ്റുകളിൽ അതേ രീതിയിൽ തന്നെ മുന്നേറിയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയും സെൻസെക്സും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ എലക്ഷൻ റിസൾട്ട് വരുന്ന ജൂൺ 4 മുമ്പ് ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പക്ഷേ അവസാന ലാപ്പിലത്തെ റിപ്പോർട്ടുകൾ, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ ഇപ്പോൾ 5ാമത്തെ ഫേസാണ് ഇന്ന് നടക്കുന്നത്. ഇനി 6ഉം 7ഉം ഉണ്ട്. അപ്പം 5, 6, 7 ഫേസിൽ നിന്ന് വരുന്ന ന്യൂസുകളൊന്നും തന്നെ മാർക്കറ്റിന് അത്ര പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളൊന്നുമല്ല. എന്നിരുന്നാലും മാർക്കറ്റിലൊരു ഒപ്റ്റിമിസം ഉണ്ട്. കേന്ദ്രത്തിൽ ഭരണ തുടർച്ചയുണ്ടാവും എന്നുള്ളൊരു ഒപ്റ്റിമിസമൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിലൊക്കെ മുന്നേറിയേക്കാം. പക്ഷേ അവസാന ലാപ്പിൽ നിന്ന് വരുന്ന ന്യൂസുകളൊന്നും തന്നെ മാർക്കറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും എവരി റൈസിൽ ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും നല്ല ബെറ്റർ ഓപ്പണിംഗ് ആയിരിക്കാം നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. എവരി റൈസിൽ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പോഡ്കാസ്റ്റിൽ കൂടിയൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ആഴ്ചയിലും ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ആ സ്റ്റോക്കുകളൊക്കെ വാങ്ങിയിട്ടുള്ള നിക്ഷേപകർ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് അറ്റ് എവരി റൈസിൽ നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു സജഷനാണ് എനിക്കുള്ളത്. കാരണം പൊളിറ്റിക്കലി എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ നീജർക്ക് റിയാക്ഷൻ മാർക്കറ്റിൽ നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ സൈക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഒരുപക്ഷെ ലോസിലൊക്കെ പൊസിഷൻ വിറ്റ് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം. പക്ഷെ ഒരിക്കലും അത്തരത്തിലുള്ള ഡിസിഷന് വേണ്ടി നിൽക്കേണ്ട. മറിച്ച് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതിനനുസരിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ പേടിയുടെ ആവശ്യമൊന്നുമില്ല. മറിച്ച് വളരെ സേഫായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചൈനയുടെ ഗോൾഡ് ബൈയിങ് റിലേറ്റഡ് ഡാറ്റയൊക്കെ വന്നിരുന്നു. ചൈനയിൽ ഗോൾഡ് മാർക്കറ്റിൽ പ്രീമിയം തന്നെ $42 പെർ ഔൺസ് ആണ്. ഒപ്പം ചൈനീസ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ 18 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഫോറക്സ് റിസർവിൽ 4.9% ഗോൾഡായി മാറിയിരിക്കുകയാണ്. 2264
10 ചൈനയുടെ ഫോറക്സ് റിസർവിൽ ഗോൾഡ് ഉള്ളത് ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ. തീർച്ചയായിട്ടും ചൈനയിലെ ഓൾമോസ്റ്റ് എല്ലാ ജനവിഭാഗങ്ങളും ഗോൾഡ് തന്നെയാണ് ഇപ്പോൾ സേഫ് ഹെവൻ അസറ്റായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ വെള്ളിയാഴ്ച ഗോൾഡിൻ്റെ പ്രൈസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും ആണെങ്കിൽ വീണ്ടും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $2440.5 പെർ ഔൺസ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗോൾഡ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗോൾഡ് റിലേറ്റഡ് NBSEകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം സിൽവർ ഇന്നും പുതിയ 11 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $32.77 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ സിൽവറും ഹിറ്റ് ചെയ്തിരിക്കുന്നത്. സോളാർ രംഗത്തും അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ രംഗത്തൊക്കെ സിൽവറിൻ്റെ യൂസ് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ സിൽവറിൽ വീണ്ടും മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ആണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിരുന്നതാണ് സിൽവർ അടുത്ത മാസങ്ങളിലൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ സിൽവറിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഒപ്പം കോപ്പർ ഇന്ന് മോർണിംഗിലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സോളാർ രംഗത്ത് വളരെയധികം ആവശ്യമുള്ള ഒരു കമ്മോഡിറ്റിയാണ് കോപ്പർ. അതോടൊപ്പം തന്നെ എക്കണോമിക് റീബൗണ്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളൊരു കമ്മോഡിറ്റിയും കൂടിയാണ് കോപ്പർ. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ കോപ്പറിൻ്റെ ഇത്തരത്തിലുള്ള മുന്നേറ്റത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ 2030 ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഷോർട്ടേജാണ് സപ്ലൈയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും കോപ്പറിന് വീണ്ടും വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിൻഡാൽകോ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കോപ്പറിൻ്റെ ന്യൂസ്. ഒപ്പം ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സിങ്ക് 800 ടൺ മുതൽ 1000 ടൺ വരെയാണ് ഇന്ത്യയിൽ യൂസ് ഉള്ളത് ഒരു വർഷം. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ സിങ്കിൻ്റെ യൂസ് ഡബിൾ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ മേജർ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സിൽവറിൻ്റെ പ്രൈസ് 11 ഇയർ ഹൈ ഹിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ സിങ്കും സിൽവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക മൈനിങ് കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് മാത്രമാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ്. ഗവൺമെൻറ് ബാലൻസ് സ്റ്റേക്ക് ഗവൺമെൻറ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീസ്ട്രക്ചറിങ് ഒക്കെ നമുക്ക് ഈ കമ്പനിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമോഡിറ്റി രംഗത്തും നല്ല കുതിച്ചുചാട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് അതാത് കമോഡിറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷെയറുകളിലൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് നമ്മളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്. എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ്, ഒരു കോഷൻ കൊടുക്കേണ്ട ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മറ്റ് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളിലൊന്നാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. വീണ്ടും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തുകയാണ്. പ്രൊമോട്ടർക്ക് തന്നെയാണ് നടത്തുന്നത്. ടെട്രാ വാഗൻ ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന കമ്പനിക്കാണ്. ഇപ്പോൾ അവർ 19.24% ഹോൾഡ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 5.72% കൂടിയാണ്. അപ്പോൾ 24.99% വന്നു നോക്കും ഇവരുടെ മാത്രം സ്റ്റേക്ക്. മറ്റ് പ്രൊമോട്ടറും കൂടി ആകുമ്പോൾ 75% പ്രൊമോട്ടർ ഹോൾഡിങ്ങും 25% പബ്ലിക് ഷെയർ ഹോൾഡിങ്ങുള്ള കമ്പനിയായിട്ട് വീണ്ടും മാറും. അപ്പോൾ വളരെ കുറവാണ് ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഈ സ്റ്റോക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് വാഗൺ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് മാറുകയാണ്. റീസെൻ്റായിട്ട് ഇവർ ഒരു വാഗൺ വീലുകൾ ഉണ്ടാക്കുന്ന റെയിൽവേ വീലുകൾ ഉണ്ടാക്കുന്ന കമ്പനീനും കൂടി അക്വയർ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അടുത്ത 1-2 വർഷത്തിനുള്ളിൽ. കറണ്ട് ലെവലിൽ നിന്ന് ഒരു പക്ഷേ 100% റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ് ജൂപ്പിറ്റർ വാഗൺസ് വീണ്ടും. അതോടൊപ്പം തന്നെ റെയിൽവേ രംഗത്ത് വരുന്ന വികസനങ്ങൾ ഇപ്പോൾ കേന്ദ്രം ആര് ഭരിച്ചു കഴിഞ്ഞാലും ഈ റിഫോംസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളായിട്ടുള്ള ജൂപ്പിറ്റർ വാഗൺസ്, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ടെക്സ്മാക്കോ റെയിൽ, BEML, BHEL, RK ഫോർജിങ്സ്,
ഹിൻഡാൽക്കോ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ജെഫറീസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററും റിസർച്ച് ഔട്ട്ഫിറ്റൊക്കെയാണ് അവർ ധാരാളം സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒട്ടുമിക്കവാറും സ്റ്റോക്കുകൾ ജെഫറീസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഡാനി എൻ്റർപ്രൈസ് ആണ് അതിൽ പ്രമുഖമായിട്ടുള്ള ഒന്ന്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 3800 അതോടൊപ്പം തന്നെ HAL, IDFC ഫസ്റ്റ് ബാങ്ക്, ഡാറ്റ പാറ്റേൺസ്, ONGC, പോളിസി ബസാർ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ജെഫറീസ് പോലെയുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ അതാത് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് 5-8 ഡീമർജർ കൂടി ഈ കമ്പനിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ആദ്യത്തെ മിക്കവാറും എയർപോർട്ട് ബിസിനസ് ഡീമർജർ ആയിരിക്കാം. അത് കഴിഞ്ഞാൽ ന്യൂ ഇൻഡസ്ട്രീസ്, അഡാനി ന്യൂ ഇൻഡസ്ട്രീസ് ഉണ്ട്, കച്ച് കോപ്പർ ഉണ്ട്. ധാരാളം ഡീമർജറുകൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു കമ്പനിയും കൂടിയാണ് അഡാനി എൻ്റർപ്രൈസസ്. ഏത് ഭരണം കേന്ദ്രത്തിൽ വന്നാലും ഇത്തരത്തിലുള്ള കമ്പനികളെയൊന്നും അത് ബാധിക്കാനൊന്നും പോകുന്നില്ല. മറിച്ച് ഒരുപക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ടെലികോം കമ്പനികൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റൂളിംഗ് വന്നിരുന്നു. 1999 മുതലുള്ള കൊടുക്കാനുള്ള ചില അരിയേഴ്സുമേലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വേവ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ വന്നിരുന്നു. അപ്പോൾ ഭാരതി എയർടെൽ, വൊഡാഫോൺ, അതുപോലെ തന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ അത് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ച് റിയാക്ഷനൊക്കെ ഒരു പക്ഷേ ഈ കമ്പനികൾ കാഴ്ചവെച്ചേക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവല് നമ്മുടെ എയർലൈൻ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ 5 മില്യൺ ടൺ പെർ ആനാണ് ATFൻ്റെ പ്രൊഡക്ഷൻ റിലയൻസിൽ വരുന്നത്. 90% എക്സ്പോർട്ടാണ്. അതിന് ഡൊമസ്റ്റിക്കായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന് കാരണം പൈപ്പ് ലൈൻ ഫെസിലിറ്റി ഇല്ലാത്തതാണ്. കാരണം ഈ ഇന്ധനം സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ IOC, BPCL, HPCLും അവരുടെ സ്വന്തം പൈപ്പ് ലൈനിൽ കൂടെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് റിലയൻസിൻ്റെ ATF കൂടി ഈ പൈപ്പ് ലൈനിൽ കൂടെ കടത്തിവിട്ട് എയർലൈൻ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റൊക്കെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അത് ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസിനെ സംബന്ധിച്ചും അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ മഹീന്ദ്ര കഴിഞ്ഞ ആഴ്ചയിൽ എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് അവരൊരു കോമ്പാക്റ്റ് SUV ഇറക്കിയിരുന്നു. XUV 3XO എന്നാണ് അതിൻ്റെ പേര്. ആദ്യത്തെ 1 hourൽ തന്നെ 50,000 ബുക്കിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ XUV 3XOനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. മഹീന്ദ്രനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പം നമ്മൾക്ക് ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എയർലി മൺസൂണും അതുപോലെ തന്നെ എക്സസ് മൺസൂണൊക്കെയാണ്. മൺസൂൺ നല്ല രീതിയിൽ ഇന്ത്യയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നു. ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ അഗ്രി മെഷീനറീസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ FMCG ഒക്കെയാണ്. പൊതുവേ ഓവറോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്കും വളരെ പോസിറ്റീവാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഈ ന്യൂസ് M&Mനും വളരെ പോസിറ്റീവാണ്. ഏറ്റവും വലിയ ലാർജസ്റ്റ് ട്രാക്ടർ മാനുഫാക്ചറിങ് കമ്പനിയും കൂടിയാണ് M&M. അതുകൊണ്ട് M&Mന് അതുപോലെ തന്നെ എസ്കോട്ട്സിന് അതുപോലെ 2 വീലർ കമ്പനികൾക്കൊക്കെ ബെറ്റർ മൺസൂൺ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ M&Mന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ Q4 റിസൾട്ടുകൾ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ടെക്സ്മാക്കർ ഓയിൽ എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം നമ്മുടെ തന്നെ സ്ട്രോങ് റെക്കമെൻഡേഷൻസിലൊന്നാണ്. പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്ത് മുന്നേറുകയാണ്. എക്സലൻറ്റ് റിസൾട്ടാണ് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ആഴ്ചകളിലും നമ്മൾ പറഞ്ഞിരുന്നു ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം ഭാവിയിലത്തെ ഒരു ഗ്ലോബൽ MNC കമ്പനിയായിട്ട് മാറുകയാണ്. കാരണം ഇൻ്റഗ്രേറ്റഡ് ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള പവർ, അതുപോലെ തന്നെ ഡ്രൈവർലെസ് ട്രെയിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജിയൊക്കെ ഈ കമ്പനി ABB രയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിരിക്കുകയാണ്.
അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത വർഷങ്ങളിൽ ഈ കമ്പനികളിൽ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റെയിൽവേ റിഫോംസ് ഒന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സെക്ടറൊക്കെ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യൻ എക്കണോമിക്കും അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ നൽകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ഒക്കെയാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയുടെ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. വീണ്ടും വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സൊക്കെ ചൈനീസ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാം, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാം. ഒപ്പം ചൈനയുടെ മേലെ US ഇമ്പോസ് ചെയ്തിട്ടുള്ള സാങ്ഷൻസ് നമ്മുടെ സ്റ്റീൽ കമ്പനികൾക്കും അതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. കാരണം നമുക്ക് US ധാരാളം സ്റ്റീൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സെയിൽ, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതും കൂടിയുണ്ട്. കാരണം Q4 ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈ വർഷത്തെ 1109 കമ്പനികളുടെ റിസൾട്ട് അനാലിസിസിന് ശേഷം ക്യാപിറ്റലൈസ് സീരീസിൻ്റെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 10.6% റവന്യൂ ഗ്രോത്ത് ഉള്ളൂ. കഴിഞ്ഞ വർഷം 14.7% ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി 11.8% താഴെയാണ്. ഇത് അത്ര നല്ലൊരു പോസിറ്റീവ് ന്യൂസൊന്നും അല്ല. പക്ഷേ എക്കണോമി റിക്കവർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ ഈ ന്യൂസ് നിങ്ങളുടെ മനസ്സിലേക്ക് വയ്ക്കാൻ വേണ്ടി തന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഒന്ന് കീപ്പ് ഇൻ മൈൻഡ്. കാരണം ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റുകൾ വൊളാറ്റൈൽ ടൈമിലൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായി. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നല്ല മൺസൂൺ വരികയാണ്. ഒപ്പം കേന്ദ്രത്തിൽ ഭരണ തുടർച്ചയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്ത ഡിഫൻസ്, റെയിൽവേ, ഇൻഡസ്ട്രിയൽസ്, റിന്യൂവബിൾ എനർജി, ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇത്തരമുള്ള സ്റ്റോക്കുകളിലൊക്കെ മുന്നേറ്റമൊക്കെ വീണ്ടും കണ്ടേക്കാം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് നാളെ മുതൽ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിരിക്കും. കാരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ അത്ര നല്ല ന്യൂസുകളല്ല മാർക്കറ്റിനെ സംബന്ധിച്ച്. നമ്മൾ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി അധികാരത്തിൽ വരികയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ നമ്മൾ പിടിച്ചടക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര നല്ല ന്യൂസൊന്നുമല്ല, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ന്യൂസൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ മാർക്കറ്റിലുള്ളപ്പോൾ വളരെ കോഷൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. മാർക്കറ്റൊക്കെ മുന്നോട്ട് പോവാം, ഞാൻ മാർക്കറ്റ് മുന്നോട്ട് പോയില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആസ് ആൻ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാക്കി വെച്ചിരിക്കേണ്ടതൊക്കെ ആവശ്യമാണ്. കാരണം മണി ഈസ് എ വോളറ്റൈൽ അസറ്റാണ്. വൊളാറ്റിലിറ്റി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണമൊക്കെ വൊളാറ്റൈലായിട്ട് മാറിപ്പോയേക്കാം. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മുന്നേറുക. ജൂൺ 4 വരെ നല്ല വൊളാറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപക്ഷെ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ആയിരിക്കും മുമ്പൊക്കെ ഹിറ്റ് ചെയ്തേക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുമ്പോൾ നമ്മളൊരു കോഷൻ എക്സർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഇനി വരുന്ന കാലങ്ങളിൽ ആരും തന്നെ യുദ്ധത്തിനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഒരു മനുഷ്യനും യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ മനുഷ്യന്മാർ, ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാർ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസിഷനൊക്കെ എടുത്ത് മുന്നേ പോകേണ്ടത് ആവശ്യമാണ്. മാർക്കറ്റൊക്കെ മുന്നോട്ട് നീങ്ങിയേക്കാം, നല്ല രീതിയിൽ മാർക്കറ്റ് പെർഫോം ചെയ്തേക്കാം. എന്നിരുന്നാലും ആസ് എ കോഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യാണ്, നല്ല പ്രോഫിറ്റബിലിറ്റി വരുമ്പോൾ സ്റ്റോക്കുകളിൽ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.